ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിൽ പഠിക്കാമെന്ന നമ്മുടെ 31ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും ഒരു മാസം പിന്നിട്ടു. ഇന്ന് ലാസ്റ്റ് ക്ലാസ്സാണ് ഈ മാസത്തെ. അപ്പോൾ എല്ലാവരും ഇതുവരെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതായത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ക്വസ്റ്റ്യനുകളും അവയ്ക്ക് വരാവുന്ന ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഡിഡ് യു സ്ലീപ്പ് വെൽ? നീ നന്നായി ഉറങ്ങിയോ? നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഡിഡ് യു സ്ലീപ്പ് വെൽ? നീ നന്നായി ഉറങ്ങിയോ? അപ്പോൾ ഇതിന് എങ്ങനെ ഉത്തരങ്ങൾ വരും നോക്കാം. യെസ് ഐ സ്ലെപ്റ്റ് വെരി വെൽ. യെസ് ഐ സ്ലെപ്റ്റ് വെരി വെൽ. ഞാൻ നന്നായി ഉറങ്ങി. യെസ് ഐ സ്ലെപ്റ്റ് വെരി വെൽ. ബെസ്റ്റ് സ്ലീപ്പ് ഇൻ വീക്സ്. ബെസ്റ്റ് സ്ലീപ്പ് ഇൻ വീക്സ്, അതായത് ആഴ്ചകൾക്ക് ശേഷം നന്നായി ഉറങ്ങി. ബെസ്റ്റ് സ്ലീപ്പ് ഇൻ വീക്സ്, ആഴ്ചകൾക്ക് ശേഷം നന്നായി ഉറങ്ങി. നേരത്തെ ഐ സ്ലെപ്റ്റ് വെരി വെൽ, അവിടെ പ്രസന്റ് ടെൻസ് അല്ല പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് സ്ലെപ്റ്റ് വെച്ചത്. ഇവിടെ എന്താ പറയുക, നമ്മൾ വെച്ചത് പ്രസന്റ് ടെൻസ് ആണ്. ബെസ്റ്റ് സ്ലീപ്പ് ഇൻ വീക്സ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല, അപ്പോൾ അതിന് എന്തൊക്കെ ഉത്തരങ്ങൾ വന്നു എന്ന് നോക്കാം. ഐ സ്ലെപ്റ്റ് ഓക്കെ, ഞാൻ കുഴപ്പമില്ലാണ്ട് ഉറങ്ങി, ഓക്കെ ആയിരുന്നു എന്നൊക്കെ വരുന്ന ഉത്തരം. ഇനി വളരെ മോശമല്ലാതെ ഉറങ്ങി, അപ്പോൾ നോട്ട് ബാഡ്. മോശമല്ലാതെ ഉറങ്ങിയ നോട്ട് ബാഡ്. ഞാൻ കുറച്ച് ഉറങ്ങി, ഐ ഗോട്ട് സം സ്ലീപ്പ്. ഐ ഗോട്ട് സം സ്ലീപ്പ്, ഞാൻ കുറച്ച് ഉറങ്ങി. ഇറ്റ് വാസ് ഫൈൻ, കുഴപ്പമില്ലായിരുന്നു. ഇറ്റ് വാസ് ഫൈൻ. നമ്മൾ ഉറങ്ങിയില്ല, കഷ്ടകാലം പിടിച്ച ദിവസമായിരുന്നു, കാളരാത്രി ആയിരുന്നു അല്ലെങ്കിൽ ശിവരാത്രി ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് പറയേണ്ടതെങ്കിൽ എന്തൊക്കെയാണ് പറയാമെന്ന് നമുക്ക് നോക്കാം. നോ ഐ കുഡിൻ സ്ലീപ്പ് വെൽ. നോ ഐ കുഡിൻ സ്ലീപ്പ് വെൽ, എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. നോട്ട് റിയലി. നോട്ട് റിയലി, ശരിക്കും ഉറങ്ങിയില്ല. നോട്ട് റിയലി. ഐ ഹാർഡ്ലി സ്ലെപ്റ്റ്. ഐ ഹാർഡ്ലി സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങേയില്ല. ഞാൻ ഉറങ്ങേയില്ല. ഐ ഹാർഡ്ലി സ്ലെപ്റ്റ്. ഇനി ചിലപ്പോൾ ഉറങ്ങാണ്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞൊക്കെ എടുക്കില്ലേ, അപ്പോൾ അതിനെന്ത് പറയും നോക്കാം. ഐ വാസ് ടോസിങ് ആൻഡ് ടേണിങ് ഓൾ ദി നൈറ്റ്. ഐ വാസ് ടോസിങ് ആൻഡ് ടേണിങ് all night. I was tossing and turning all night. ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്ക് എഴുന്നേറ്റു. I kept wake up. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ I kept wake up. I kept wake up, ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റു. ഇനി നമ്മൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ദുസ്വപ്നങ്ങളൊക്കെ കാണാറുണ്ടാവും അല്ലേ, അപ്പോൾ പിന്നെ ഉറങ്ങാൻ പറ്റില്ല, ആകെ പേടിച്ച് വിറച്ച് എഴുന്നേൽക്കില്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറയുക? നോ ഐ ഹാഡ് എ നൈറ്റ് മെയർ. ഞാൻ രാത്രിയിൽ ഉറങ്ങിയില്ല, എനിക്കൊരു ദുസ്വപ്നം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ നൈറ്റ് മെയർ. ഭയങ്കര ചൂടൊക്കെ എടുത്തിട്ട് കിടന്നുറങ്ങാനേ പറ്റുന്നുണ്ട്, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതിനെങ്ങനെ പറയും? I couldn't sleep. I couldn't sleep because of heat. I couldn't sleep because of heat. നല്ല ചൂടുള്ള കാരണം കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റിയില്ല. I couldn't sleep because of heat. ഇനി നമ്മളോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു നിന്റെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ മറുപടി പറഞ്ഞു. മറുപടി വേണ്ടിട്ട് അവരോടും ചോദിക്കണം വേണ്ടേ?
അതല്ലൊരു മാന്യത. നിന്റെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഉത്തരങ്ങളില്ലേ, ഐ സ്ലെപ്റ്റ് വെരി വെൽ, ബെസ്റ്റ് സ്ലീപ്പിംഗ് വീക്സ്, അങ്ങനെയുള്ള പോസിറ്റീവ് ഉത്തരങ്ങൾ പറയാണ്. അപ്പോൾ ഐ സ്ലെപ്റ്റ് വെരി വെൽ, അത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നത് ഡിഡ് യു, നീയോ, ഡിഡ് യു, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി നെഗറ്റീവ് ഉത്തരങ്ങളാണെങ്കിൽ ഐ കുഡിൻ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ഹീറ്റ്, അങ്ങനത്തെ ഉത്തരങ്ങൾ, അല്ലെങ്കിൽ ഞാൻ സ്വപ്നമൊക്കെ കണ്ടു, അങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളാണെങ്കിൽ ഹൗ അബൌട്ട് യു, അതായത് ഐ കുഡിൻ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ഹീറ്റ്, ഹൗ അബൌട്ട് യു, അങ്ങനെ വയ്ക്കുക. തിരിച്ച് അവരോട് ചോദിക്കുന്നുണ്ട് അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നെഗറ്റീവ് ഉത്തരങ്ങളാണെങ്കിൽ ഹൗ അബൌട്ട് യു അതിൻ്റെ കൂടെ ചേർക്കുക, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. ഇനി പോസിറ്റീവ് ഉത്തരങ്ങളാണെങ്കിൽ ഡിഡ് യു. ഇന്നത്തെ ചോദ്യം ഉത്തരം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ നിൻ്റെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യത്തിന് ഇത്രയും ഉത്തരങ്ങൾ വരും. അപ്പോൾ ഇന്നലെ 130 പേര് ഇന്നത്തെ വീഡിയോ കണ്ടു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സാധാരണ 50 പേരൊക്കെ അതിൽ താഴെ കാണാറുള്ളൂ. അപ്പോൾ ചാനലുകൾ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.